ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. കമൻറ്റ്സ് എന്തായാലും അറിയിക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. 1.5 കഷ്ണം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ മസാലപ്പൊടി ഉണ്ട്, കുരുമുളക് പൊടിയുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഉണ്ട്, പിന്നെ തക്കാളി 2 തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ മല്ലിപ്പൊടിയാണ്, പിന്നെ മുളക് പൊടിയാണ് കേട്ടോ. ഇതൊക്കെ ആവശ്യത്തിന് അനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. മുളക് പൊടി ഇവിടെ 4 സ്പൂണോളാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. കാശ്മീരി മുളകും സാദാ മുളകും കൂടി പൊടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊക്കെ വറുത്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ കേട്ടോ. അതായത് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. കുറേ ടൈം ഇങ്ങനെ വറുത്തെടുക്കേണ്ടതുണ്ട്. ചെറിയ ഫ്ലെയിമിലിടണം, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും ഇതുപോലെ നല്ലപോലെ വറുത്തെടുക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിങ്ങനെ വെക്കാൻ പാടില്ല. എന്നാലും ഇത് മൊത്തത്തിലായിട്ടൊന്ന് മസാല ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ലപോലെ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വറുത്തെടുത്ത ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നല്ലപോലെ കൈ ഉപയോഗിച്ചിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ചട്ടി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് അധികം ഇടേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ മസാലയിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതാണ് ചിക്കനിൽ. അതുകൊണ്ട് ഇത് കുറച്ച് വയന്ന് വരുന്നത്ര മാത്രം മതി കേട്ടോ ഉപ്പ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ നല്ലപോലെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശമൊക്കെ നമ്മൾ നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ നമ്മൾ ഈ മിക്സാക്കി ഈ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മസാല ഇട്ട പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കാം. അതായത് നമ്മൾ ചിക്കൻ കറിയിലായിക്കോട്ടെ മീൻ കറിയിലായിക്കോട്ടെ ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഒഴിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിത് അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം. അതായത് നമ്മളൊരു 10-15 മിനിറ്റോളം ഇത് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കേണ്ടതുണ്ട്. കാരണം ഇത് കുക്കറിലാണെങ്കിൽ ഒരു വിസില 2 വിസില ചിക്കൻ വേവാൻ വേണ്ടി വേണ്ടു. ഇതിപ്പോൾ ചട്ടിയിലായതുകൊണ്ട് കുറച്ചൊരു വേവുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും വെന്ത് വരില്ല. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരമുറി തേങ്ങയും പെരിഞ്ജീരകവും കൂടി അരിച്ചെടുത്തതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊരു 10 മിനിറ്റിന് ശേഷം മതി കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കാം. ഒരു 5-6 മിനിറ്റോളം അടച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാ ഫുഡിനും ഇത് നല്ല പോലെ ടേസ്റ്റ് ഉണ്ടാവും. നല്ല മാച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വീഡിയോ പോയിട്ട് നോക്കണം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻസും പറയാൻ മറക്കല്ലേ. ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.